ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം അമ്മ 10 years ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ 10 years സെലിബ്രേറ്റ് ചെയ്തൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനുവേണ്ടി ഇപ്പോൾ പോകുവാണ്. ഞാൻ സമയം 7:30. നമുക്കൊരു 8 ഒക്കെ ആകുമ്പം ക്രീക്കിലെത്തണം. ക്രീക്ക് പാർക്കിൽ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട്. അതിന്റെ കഥ പറ. അതായത് നമുക്ക് ഈ ഫോട്ടോ എടുത്ത് തന്നെ ആളുടെ പേര് വിവേക് എന്നാണ്. നമ്മൾ പണ്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ കരാമ സ്ട്രീറ്റ് ഫുഡിൽ പോകുന്നത്. അതില് എന്തായിരുന്നു അന്ന് എന്താ പറ്റിയത്? അവിടെ ദീപാവലിയുടെ എന്തോ ഒരു ഈദ് നോമ്പ് റമദാൻ സമയത്ത് ഫുഡ് ഫെസ്റ്റിവലിന്. സോ എന്താ പറയാ, നമ്മൾക്ക് അന്ന് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ കോണ്ടാക്ട് ആയി. സോ ഹി ആസ്ക്ഡ് us like if we can do a collab photography and we were like, നമ്മളിങ്ങനെ വിചാരിച്ചു, ഓ why not, thought we will do that. You know, we should celebrate all these small things in our life. എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഒന്നും കൊണ്ടല്ല, celebrate life. And അമ്മാളും വന്നേക്കണേ ബിക്കോസ് ഫോട്ടോ. അതേപോലെ തന്നെ നമ്മളൊരു തീമിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. വലിയ തീമൊന്നും ഇല്ല. വി തോട്ട് ലൈക്ക് ഇങ്ങനെ ഒരു പിക്നിക് വൈബിലുള്ള ഫോട്ടോഷൂട്ട്. കൂടുതൽ നമ്മൾ എസ്തെറ്റിക് ആണ് നോക്കുന്നത്, പക്ഷെ അത്രയും എസ്തെറ്റിക് എനിക്ക് അറിയത്തില്ല എന്താവുമെന്ന്. ആൻഡ് വി തോട്ട് ലൈക്ക് ഞങ്ങൾ ഇന്നലെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താ ഇപ്പം ലക്ഷ്മിനെ ഓർക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി ലെസ്, 50 dirhams. അതില് എന്തെങ്കിലും വാങ്ങിക്കാൻ തിരിച്ച് ലക്ഷ്മി എനിക്ക്. പിന്നെ ഞങ്ങളൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സും ഡെക്കറേഷൻസ് ഒക്കെ ജസ്റ്റ്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് വരുന്നത് ക്രീക്കിലാണ്. അത് ഓൾറെഡി സ്വാതി പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ എന്നാലും ഒന്നും കൂടെ ഞാൻ പറയുക. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ഒരു പൂച്ച ഇവിടെ. അത് അയ്യോ ലക്ഷ്മി, ഇത് ഡേഞ്ചറസ് ആണ് കേട്ടോ. വേണ്ട എടി, അതെങ്ങനെ ഓടി വണ്ടി കയറിയാലടി. നമ്മൾ പോവാണ് ഗൈസ്. അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മളിപ്പം വ്ളോഗല്ല, ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ആൻഡ് ഇതാണ് വിവേക് ചേട്ടൻ. അല്ല, വിവേക് പറഞ്ഞ ഈ പാർക്ക് ഭയങ്കര സൂപ്പർ ആട്ടോ. ലൈക്ക് വെരി കാം, വെരി പീസ്ഫുൾ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് വന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് പക്ഷെ ഇവിടെ ബാർബിക്യൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. ഫോട്ടോഷൂട്ട് ഞങ്ങൾ ശരിക്കും വിചാരിച്ചു ഇവിടെ ചിലപ്പോൾ അലൗഡ് അല്ലായിരിക്കുന്നത്. പക്ഷെ ഞാൻ വെയിൽ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, അവള് സൺ ബാത്ത് ചെയ്തോണ്ടിരിക്കുകയാണ്. കൂടുതൽ സൺ ബാത്ത് ഹൈലൈറ്റ്സ് ഉണ്ട്. ഓ, ഇറ്റ്സ് സോ പ്രിറ്റി. ഓ, എൻ്റെ മുഖം സൂം ആയി. ഇറ്റ്സ് സോ പ്രിറ്റി. ഇത് ഭയങ്കര എലിഗൻറ്റും ബ്യൂട്ടിഫുൾ ആൻഡ് എസ്തറ്റിക് ആയിട്ടുണ്ട്. ഓക്കെ, എടുക്കാം. സോ ഹീസ് ആക്ച്വലി ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ലൈക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ആക്ച്വലി അതൊക്കെ കാണാനും പോസ്റ്റ് ചെയ്യാനും. എന്തൊക്കെ പോസ്റ്റ് ഞങ്ങൾക്ക് അറിയില്ല, ബിക്കോസ് വി വർ നോട്ട് പോസ്റ്റിംഗ്, വി വർ ആക്ച്വലി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാളും അവിടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം അമ്മാളിൻ്റെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അവളവിടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് തലവെച്ചാണ് വെച്ചിരിക്കുന്നത്. ബുക്ക് വായിച്ചാൽ മതി. അല്ല സോറി, സോ പ്രിറ്റി. ഗംഭീരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കേക്കില്ലല്ലോ. അങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചെയ്യുന്നില്ലേ? ഓടാൻ പോവാണ്. വായോ.
ഇങ്ങനെയല്ലേ തുറന്ന് എങ്ങനെ തുറന്ന് വേറെ ലുക്ക് പിടിച്ചോ? ഇത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ചേട്ടനാണ് എനിക്ക് കാണാൻ കിട്ടത്തില്ല. ആക്ച്വലി കുറേ ഫോട്ടോസ് എടുത്തു തന്ന് ലൈക്ക് സോ മെനി ഫോട്ടോസ് ആൻഡ് ഈവൻ അമ്മാളും ഇപ്പം കുറേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഫോട്ടോ എടുത്തു തന്ന വിവേക് ചേട്ടൻ കുറേ 2 hours ആയല്ലേ. 2 hours കൂടുതലായെന്ന് തോന്നല്ലേ. വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് പാഷനേറ്റ് ആണ്. ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടെന്ന്. വന്ന പോലെ പക്ഷെ ഭയങ്കര ചൂട്, ലിറ്ററലി സോ ഹോട്ട്, സോ ഡെഡ്. ബട്ട് നല്ല സൂപ്പർ ഫോട്ടോഗ്രാഫി ആണ് ഞങ്ങൾക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ എനിക്കിത് ആക്ച്വലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഫോട്ടോഷൂട്ട്. അല്ലാതെ കല്യാണത്തിനൊക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അല്ലാതെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു ഫോഴ്സ് ഒക്കെ ചെയ്തെടുക്കാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. അവളെ ആക്ച്വലി ഇവളെ എപ്പോഴും ഫോട്ടോഷൂട്ട് ഇവളുടെ ഒരു അമൽജിത്തിന് ഫിലിംഡ് ബൈ ആര്യൻ. ഞാനിപ്പോ ഓർക്കുന്നു, അതാണ് അവളുടെ പേജ്. നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോ വരുക. നല്ല അടിപൊളി ഫോട്ടോ ഇവളുടെ ഇതൊക്കെ. ശ്രു ചേച്ചി വി മിസ്ഡ് യു. പക്ഷെ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്നൊന്നും പോരാൻ പറ്റില്ല, ബിക്കോസ് ഇവൾ ഫോട്ടോ എടുത്ത് ചത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു കാര്യം ചെയ്തില്ലായിരുന്നു ഗൈസ്, ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് ആക്ച്വലി കൊടുത്തില്ല, മറന്നുപോയി. ഹലോ ഗൈസ്, നമ്മളിപ്പം ഷോപ്പിങ്ങിന് പോവാണ്. and we are gonna find a perfect gift for each other. ഒരു ബഡ്ജറ്റ് പറഞ്ഞു അതിനനുസരിച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ കൂടിപ്പോയാല. അത് ശരിയാ. എനിക്കൊരു 100 ദിർഹംസിന് നീ വാങ്ങിച്ചോ, നിനക്ക് ഞാൻ 10 ദിർഹംസിന് വാങ്ങിക്കാം. ഓക്കെ, അപ്പം ബഡ്ജറ്റ് വിൽ ബി അണ്ടർ 50 ദിർഹംസ്. അതായത് നിന്നെ ഓർക്കുമ്പോ എനിക്ക് എന്തെങ്കിലും when I see something നിന്നെ റിമൈൻഡ് ചെയ്യണ ഒരു എക്സാക്ട്ലി. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാനിപ്പോൾ മീസോയിൽ വന്നേക്കുക, പക്ഷേ ഐ ഡോണ്ട് നോ വാട്ട് ടു ബൈ. ലൈക്ക് സീരിയസ്ലി എനിക്കറിയത്തില്ല. ഞാനിവിടെ ഇങ്ങനെ നടക്കുവാണ് ഒരു മമ്മേനെ പോലെ. ഇവളെ ഓർക്കുമ്പോ എന്താ എടുത്തു കൊടുക്കുക ഇവർക്ക്, ഒരു ഐഡിയ ഇല്ല എനിക്ക്. നോക്കാം. ഞാൻ സോ ബ്ലാങ്ക് ആണ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യണമെന്ന്. ആൾക്കാർ ഓർക്കുന്നു ഞാനേതോ വലിയ വ്ളോഗറാണ്. ഐ ഡോണ്ട് നോ ഗൈസ്, എന്താ ഇവർക്ക് വാങ്ങിക്കാം. ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും മേക്കപ്പ് എടുക്കാന്ന് ഓർത്ത, പക്ഷെ നോ, മേക്കപ്പ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമിക് സാധനങ്ങളൊക്കെയാണ് ഇവളെ ഓർക്കുമ്പോ ഒരു കോമഡി പീസ് ആയതുകൊണ്ട് എനിക്ക് വരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് സൺഫ്ലവർ റിലേറ്റഡ് സംതിങ് എടുക്കണം എന്നുണ്ട്. സൺഫ്ലവർ ആണ് അവളുടെ ഫേവറേറ്റ് പ്ലാന്റ് ഫ്ലവർ. തിങ്കിങ് അങ്ങനെ. പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു ലാമ്പ് നോക്കാം ഞാൻ, അവർക്ക് വീട്ടിൽ കത്തിച്ച് വെക്കാട്ട്. പിന്നെ ശ്രു ചേച്ചിയും വാട്സപ്പില് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഐ തോട്ട് ആൻഡ് ടേക്ക് എ ഗ്ലാസ് ഫോർ ഹർ. ഇത്തെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു ഗൈസ്. ഇനി ഞാൻ മേളിൽ പോവാണ് വേറെ എന്തെങ്കിലും നോക്കാൻ. ലെറ്റ് മീ ജസ്റ്റ് കോൾ ഹർ ആൻഡ് സീ വെയർ ഇസ് ഷീ. പിന്നെ ഞങ്ങള് റെക്കോർഡ് ചെയ്തിടേണ്ട എന്താന്ന് വെച്ചാൽ ഞങ്ങളെ രണ്ടുപേരുടെ ഈ ഫോണിൽ കൂടെയുള്ള കോൺവെർസേഷൻ ഇടക്കിടക്ക് വിളിച്ചടി എന്തായി നീ എടുത്താ, ഓക്കെ ഞാൻ എടുത്തു, നീ എന്താ എടുത്തത്, ഓക്കെ എന്നാ പിന്നെ ഇത് അതാണ് എടുത്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഒരു ഐറ്റം എടുത്ത്, പിന്നെ ഞാൻ ഓർക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലാണ്. പക്ഷെ ഇങ്ങനത്തെ എന്താ നമുക്ക് ഇഷ്ടം എന്ന് എനിക്ക് അറിയാനും പാടില്ലല്ലോ. 10 years friendship and I don't know Lakshmi what you like. നിന്നെ ഓർക്കുമ്പോ ആകെ മേക്കപ്പ് ആണ് എന്റെ മനസ്സിൽ വന്നത്. ഇനി കോപ്പിറൈറ്റ് അടിക്കും പാട്ടുള്ളതുകൊണ്ട്. ഭയങ്കര നല്ല ക്യൂട്ട് മാലകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല ഇത് എടുത്താൽ ഭയങ്കര കിഡിഷ് ആകൂ ഇല്ലേന്ന്. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ ഷോ യു ഗൈസ്. ലക്ഷ്മി ഞാൻ വിചാരിച്ചു ഈ മാലയൊക്കെ എടുക്കാന്ന്. പക്ഷെ ഇതിട്ട് നമ്മൾ എവിടെ പോവാനാ? ഞാൻ അങ്ങനെ സക്സസ്ഫുള്ളി എന്റെ എല്ലാ സാധനങ്ങളും എടുത്തതിന് ഐ ബോട്ട് 3 items. ബിക്കോസ് 50 dirhams ബഡ്ജറ്റിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. കുറേം കൂടി ബഡ്ജറ്റ് വെച്ച് വെച്ചെങ്കിൽ ഞാൻ നിനക്ക് നല്ല അടിപൊളി സാധനം എടുത്താനേ ലക്ഷ്മി. ബട്ട് ഇറ്റ്സ് ഫൈൻ. സോ യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അറിയത്തില്ല ഞാൻ ഒക്കെ എന്ത് ഉള്ള ഗിഫ്റ്റ് ഒക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന്. അവളെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കണേ കുറെ നേരം ഇട്ട്. അവൾ ഇതുവരെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ലെന്ന്. എന്താന്ന് ഇനി നാളെ കണ്ടിട്ടാണോ അവൾക്ക് കൊടുക്കാൻ. അവള് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ഗൈസ്.
Anyway, it's gonna be fun. എനിക്കിത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ അവൾക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നു. ബിക്കോസ് അവളിങ്ങനെ തൂത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾക്കിത് ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു. So I just want to buy her this to help her out. It looks so funny and cute and so helpful. ചേച്ചിക്കാണെങ്കിൽ ഞാൻ ഇത് വല്ലതും വാങ്ങിച്ചു കൊടുത്തേനെ ബിക്കോസ് ഷീ ലവ്സ് കളറിങ്. എനിക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ബിക്കോസ് കുരിശായി വന്നതിൽ. പക്ഷെ നിനക്ക് ഞാൻ ചന്ദ്രനെ വാങ്ങിക്കുന്നു ബിക്കോസ് നീ ഒരു നൈറ്റ് പേഴ്സൺ ആണ്. ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടി. എന്തോ ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു അറിയത്തില്ല. നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു സ്മോൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫോർ ബീങ് മൈ ഫ്രണ്ട് ഫോർ പാസ്റ്റ് 10 years ആൻഡ് ദ സ്റ്റോറി വാസ് സോ ഫണ്ണി ബിക്കോസ് ഇവിടെ ആക്ച്വലി എന്റെ കാല് പിടിച്ച് പറഞ്ഞതാ പോവല്ലേ. അതുകൊണ്ട് മാത്രം എന്റെ ലൈഫിൽ നിൽക്കുന്ന ഒരു ഇതില്ലാത്ത ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ആക്ച്വലി ഇറ്റ്സ് സോ ഫണ്ണി ബിക്കോസ് ഇത് എനിക്ക് അറിയത്തില്ല എന്തൊരു. ഓക്കെ, നീ തന്നെ തുറക്കാം. ആദ്യം ഞാൻ നോക്കാം. ഓക്കെ, ഗസ് ചെയ്യാൻ എന്തായിരിക്കും ഒന്ന്. എന്തെങ്കിലും ഡോളായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താ അതെനിക്ക് ഒരു ഐഡിയ. ഓക്കെ, സ്വർണ്ണം എടുക്കാദ്യമേ. സ്വർണ്ണോ? ഇതെന്തിനാന്ന് വെച്ചാല് ഇവക്ക് സുഖമായിട്ട് പണിയെടുക്കാൻ. അപ്പൊ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആയിക്കോളും. എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട് ഗൈസ്. എല്ലാവരും അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ അവിടെ ഇരുന്ന് ചിരിച്ച് കുറെ നേരം. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നമുക്ക് ദിസ് ഇസ് എ വെരി തോട്ട്ഫുൾ ഗിഫ്റ്റ്. സോ നെക്സ്റ്റ് വൺ എടുക്കാം. വാവ്, ലക്ഷ്മി എന്താ മോതിരം ഒരിക്കും. അല്ല. ബ്രേസ്ലെറ്റ് അല്ല. എന്താന്ന് വെച്ചാൽ യു ആർ എ നൈറ്റ് പേഴ്സൺ സോ ദാറ്റ് റെപ്രസെന്റ്സ്. ചുമ്മാ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് ഇതാ. ഞാൻ ഡോളാന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ. നടന്നു പോണം. ഇനി ഞാൻ ലക്ഷ്മിനെ ആലോചിച്ചു. എനിക്ക് അറിയത്തില്ല, എനിക്ക് അവിടെ കിട്ടിയതല്ല ഞാൻ പെറക്കിയെടുത്തു. ഞാൻ നോക്കട്ടെ. ലക്ഷ്മി 1 by 1 നോക്കട്ടെ. ലക്ഷ്മിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു എന്തോ ടോയ് ആണ്. ആദ്യം എടുക്കുന്നത് ചെറുത് നിന്ന് തുടങ്ങാം. ഇതെന്തോ കീ ചെയിനാ? അല്ല, ഇല്ല, ഗിഫ്റ്റിനകത്ത് കിടന്ന സാധനം തിരിച്ചു വെക്കുക. ഇവളെന്തൊരു സ്കാമറ ഗൈസ്. അതൊക്കെ എനിക്ക് വരും. ഗിഫ്റ്റിനകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുക്കും. നമുക്ക് ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എടുക്കുമല്ലോ ഗൈസ്. ഇവര് ഗിഫ്റ്റ് എന്താ ഇങ്ങോട്ട് നോക്ക്. ഹലോ, ഞാൻ തരത്തില്ല. ഞാൻ നമ്മള് വീഡിയോ എടുക്കുമ്പോ ഇടാൻ വേണ്ടിട്ട് ബ്ലൂ നീ എടുത്തു. ഇല്ല, ഞാൻ ഇതെടുത്തു. ഓക്കെ, അപ്പൊ ബ്ലൂ ഞാൻ. ഓ, ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. സോ ക്യൂട്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. ഇതെന്താടി? എനിക്ക് നിന്നെ ഓർക്കുമ്പോ ഇതേ അതുകൊണ്ട് മാത്രം. ബിക്കോസ് ഇതൊക്കെ എവിടെ പോയാലും കോൺ തിന്നണം അല്ലേ? എനിക്ക് കോൺ കാണുമ്പോ ലക്ഷ്മിയെ ഓർമ്മ. ഓ, ഇത് നല്ല രസമുണ്ട്. ഈ കോണിൽ ഭയങ്കര ക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ നടുക്കിയിരിക്കുന്നത്. ഇത് സുധിച്ചേച്ചി, ഇത് സ്വാതി, ഇത് അമ്മാടും. Guys, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ബാൻഡ്. സോ വി ആർ ഗോണ വൈൻഡ് അപ്പ് ദിസ് ബ്യൂട്ടിഫുൾ വ്ലോഗ്. ഹായ്, നല്ലൊരു വ്ലോഗാണ് കേട്ടോ. ലൈക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് അവരുടെ ഒരു 10 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്താ കുട്ടി തിങ്ങാണ്, പക്ഷെ അതെന്തൊരു ബ്യൂട്ടിഫുൾ തിങ്ങാണ്.
അതെ, എല്ലാവരും അവരവരുടെ റിലേഷൻഷിപ്പ് ആയാലും എന്ത് ബന്ധമാണെങ്കിലും ടേക്ക് എ മൂമെന്റ് ടു സെലിബ്രേറ്റ്. ഗായ്സ്, ഇനി അടുത്തൊരു ബ്യൂട്ടിഫുൾ ഇതേപോലത്തെ ഇനിയും അടിപൊളി വ്ലോഗ്സ് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സോ ബൈ ഗായ്സ്. Bye.